ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. പിന്നെ ഭയങ്കര അതാണ് വേഗം വരണം കേട്ടോ. പിന്നെ എന്റെ പട്ടി വരും അറിയാം. നമ്മള് പറഞ്ഞുവിടാൻ പെട്ടൊരു പാട്. എന്റെ ഈശ്വര, ഓരോണമായിട്ട് 2 അടിക്കാൻ ആരെയൊക്കെ പേടിക്കണം, അതും ഒരു പോലീസുകാരനായി എനിക്ക്. എരിഞ്ഞിറങ്ങി. കുറച്ചെടുത്ത് കലക്കി വെക്കാം, അതാകുമ്പോ കുടിക്കാൻ എളുപ്പമാണ്, ആരും അറിയത്തൂല. ഇതാകുമ്പോ ആരെങ്കിലും കണ്ടാലും വെള്ളം കുടിക്കുകയാണെന്നേ വിചാരിക്കൂ. ആർക്കും സംശയം തോന്നത്തില്ല എൻ്റെ അടുത്ത് ആ കളി. ഇനി വെള്ളം നിറയ്ക്കാം. ആശ്വാസമായി. ഇന്ന് ഞാൻ കുന്തളിക്കും. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ഓടിമറിഞ്ഞല്ലോ, ഉണ്ണി ചാടിമറിഞ്ഞല്ലോ. ഇതെന്താ കയ്യിൽ? അത് പിന്നെ ഇത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയോ? ഇത്രയും തെളിഞ്ഞ വെളിച്ചെണ്ണയോ? ഇതേ മാർക്കറ്റിൽ കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, നമ്മളെ ആട്ടി എടുത്തതാ. സൂക്ഷിച്ചെവിടെങ്കിലും കൊണ്ട് വെച്ചോ, സാധനം. അതെ അതെ. അട്ടിപ്പൊളി. ഓണമായ ഇങ്ങനെ വേണം. ഭാഗ്യം ആർക്കും സംശയം തോന്നില്ല. ഒന്നും രക്ഷിക്കാം. ഓ ദാ വരുന്ന ആമി. ഇവക്കത് എന്തിട്ട് കേടാണെന്തോ. തെറ്റട്ട അതേ സമയം. പൊന്നുമോൻ ഇവിടെ ഇരിക്കേ, അണ്ണ ഇപ്പൊ പോയിട്ട് വരാം കേട്ടാ. ഓണം വന്നല്ലോ, കുഞ്ഞാലിട്ടല്ലോ. കൊച്ചു കള്ളൻ അവിടെ ഇരി, ദേ വരുന്നു. ഈ ഓണമൊക്കെ കണ്ടുപിടിച്ചത് ഏതവനാണോ എന്തോ. പണിയെടുത്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞു. ഉണ്ണാൻ ഒരു കൂട്ടം പോരായോ? ഇതിപ്പോ തോരനായി, മെഴുക്കുവരട്ടിയായി, അവിയലായി, കാളനായി, ഓലനായി, അച്ചാറ്, പഴം, പപ്പടം, ഉപ്പേരി എന്ന് വേണ്ട കട്ടക്കണച്ചാരി എല്ലാം കൂടി ഉണ്ടാക്കി വരുമ്പോ ഒരു നേരമാകും. എല്ലാത്തിനും ഗോമതിയുടെ കൈ തന്നെ ചെല്ലിയാൻ വേണം. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു 2 മിനിറ്റ് വിശ്രമിച്ചിട്ട് തന്നെ കാര്യം. ഇതാരെ എവിടെ കൊണ്ടുവച്ചത്? ആരെങ്കിലും ആവട്ടെ. പച്ചവെള്ളത്തിന് അല്ലെങ്കിലും വലിപ്പ ചെറുപ്പം ഇല്ലല്ലോ. എന്തായാലും കുടിച്ചേക്കാം. ഇതിനെന്താ ഒരു രുചി വ്യത്യാസം? ഇത് സാധനം കൊള്ളാലോ. ഇതെന്താ ഗോമതി ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ ഒളിമ്പിക്സ് നടക്കുന്നു. എന്തേ കാണണോ? അയ്യോ, ഇതെന്ത് പറ്റി? ഈച്ച പറ്റി. ഭയങ്കര ചൂടിലാണല്ലോ. പെണ്ണുപിളെ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പൊയ്ക്കോണം. ചെമ്പകശ്ശേരി ഗോമതിയുടെ ഉടക്കാൻ വന്നാ ഉണ്ടല്ലോ,
ചവിട്ടി മടക്കി ഞാൻ ഇടുക്കിക്ക് വിടും. ഓടി അവിടുന്ന്. എന്തോന്നാ ഓടിയോ? ഏ? ഞെ, 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 ഞെ. ഞെ, 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 ഞെ. ഗോമതി 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 ചത്തു. ഈ പൊണ്ണുപുളയെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോരട്ടെ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ മോളെ ഗോമതി എവിടെ പോയി? കണ്ടില്ല മുത്തശ്ശി. ഗോമതിയേ, ഗോമതി. എന്താമേ? ദേ വരുന്നുണ്ട്. നീ ഇതെവിടെയായിരുന്നേ? ആണോ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഞങ്ങളാരും കണ്ടില്ലല്ലോ. ഉണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടു ഇയാൾ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നത്. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഞാൻ വിശ്രമിച്ചൊന്നും അല്ല, നടുവിലങ്ങിയപ്പോ നീരുന്നു. അതെന്റെ കുറ്റമാണോ? അതിനാ മലയാളത്തിൽ വിശ്രമിക്കാന്ന് പറയുന്നത്. വെച്ചുമോളെ, നിനക്കെന്താടി ഒരു ആട്ടം? അതിപ്പോ അരിയാട്ടി കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിന്റെ ഒരു ബാലൻസ് ആണെന്നേ. അതിന് നീ അരി ആട്ടിയത് ആട്ടുകല്ലിലല്ലല്ലോ, ഗ്രൈൻഡറിലല്ലേ? ഗ്രൈൻഡർ താടില്ലേ? ഡയലോഗ് പറഞ്ഞോണ്ട് നിൽക്കാതെ മര്യാദയ്ക്കൊന്ന് പണിയെടുക്കടി. ഇനി എന്ത് പണിയാ ഞാൻ എടുക്കണ്ടേ? എല്ലാം കഴിഞ്ഞില്ലേ? ദേ നല്ല ഒന്നാന്തര ഓണസദ്യയല്ലേ നിരത്തി വെച്ചേക്കുന്നേ. എന്റെ ഈശ്വര, ഇവക്ക് ഇതെന്ത് പറ്റി? ഗോമതി ചേച്ചി ഔട്ട് കംപ്ലീറ്റ്ലി. എന്താടാ നിനക്കൊരു കള്ളലക്ഷണം? കള്ളലക്ഷണം? ആ അല്ല, നിന്റെ സ്ഥായി ഭാവം ഇതാണല്ലോ. അലിയുടെ എന്തി പറയുന്നേ? എന്താടാ പറയുന്നേ? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇത് കൊള്ളാലോ. പച്ചവെള്ളത്തിനൊക്കെ ഇത്രയ്ക്ക് സ്വാദോ? ഇത് വെറും വെള്ളമല്ല, ജ്യൂസോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓ